Hi students, what's up? Do you hear about the one of the biggest science challenge that conducted by our brilliant? Yes, our BSO, that is Brilliant Science Olympiad. It was conducted by our Brilliant itself and അതിൻ്റെ registrations already start ചെയ്തിട്ടുണ്ട്. മക്കളൊക്കെ രജിസ്റ്റർ ചെയ്തോ? അതായത് BSOൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇറ്റ് വാസ് എ ബേസ്, ഒരു ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇനി നിങ്ങൾ ഭാവിയിൽ എന്താണ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്ന കുട്ടികളായിരിക്കുമല്ലോ, അത് JEEക്കും നീറ്റിനും ഒക്കെ അപ്ലൈ ചെയ്യുകയാണല്ലോ, അതിന് വേണ്ടി നമ്മളൊരു ബേസ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒളിമ്പ്യാഡ് എക്സാംസ് ഒക്കെ. അപ്പം ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും ഒളിമ്പ്യാഡ് പോലുള്ള ഏത് എക്സാം ആണെങ്കിലും നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പം നമ്മളവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉണ്ട് ഫസ്റ്റ് തിങ് വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ് ഈസ് ദ സിലബസ്. സിലബസ് നമ്മൾ പക്ക അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം എന്ത് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, ഹിയർ ഐ ആം ഇൻട്രൊഡ്യൂസിങ് ദ സിലബസ് ഓഫ് ദി BSO കെമിസ്ട്രി. കെമിസ്ട്രിയുടെ സിലബസ് ആണ് മിസ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ BSc കെമിസ്ട്രി സിലബസ് ഓഫ് ക്ലാസ് 5 കണ്ടൻസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. വാട്ടർ ഇൻ ഡെയിലി ലൈഫ്, സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗേഷ്യസ്, മെറ്റീരിയൽസ് ആൻഡ് സൊല്യൂഷൻസ്, നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ചേഞ്ചിങ് സ്റ്റേറ്റ്. ഇതുപോലെ 5 ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ ഇവരെ. ഫസ്റ്റ് വൺ, വാട്ടർ ഇൻ ഡെയിലി ലൈഫ്. വാട്ടറിനെ കുറിച്ചുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. വാട്ടർ ഇൻ ഡെയിലി ലൈഫ് എന്തൊക്കെ അതിനകത്ത് പഠിക്കണം നോക്കിക്കേ. പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. വാട്ടർ സോളുബിൾ ആൻഡ് ഇൻസോളുബിൾ സബ്സ്റ്റൻസ്, വാട്ടറിൽ സോളുബിൾ ആകുകയും ഇൻസോളുബിൾ ആകുകയും ചെയ്യുന്ന സബ്സ്റ്റൻസസ്. അതുപോലെ തന്നെ എന്താണ്, ദർ ഇസ് എ കൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. എന്താ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ വാട്ടർ നമ്മൾ എടുക്കുമ്പോൾ വാട്ടറിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയുന്നത്. വൈ? വാട്ടറിൽ ഒരുപാട് സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു, സോളുബിൾ ചെയ്യും. ഓക്കെ, ഒരുപാട് സബ്സ്റ്റൻസ് വാട്ടറിൽ സോളുബിൾ ചെയ്യും. അതുകൊണ്ട് വാട്ടറിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ദിസ് വൺ, യൂണിവേഴ്സൽ സോൾവെൻറ്റ്. ദെൻ വാട്ടർ ഇൻ മെനി ഫോംസ്. വാട്ടറിൻ്റെ ഫോംസ് ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ലിക്വിഡ്സിൽ എക്സിസ്റ്റ് ചെയ്യാം, സോളിഡ്സിൽ എക്സിസ്റ്റ് ചെയ്യാം, ഗേഷ്യസിലൊക്കെ ഈ നോർമൽ കണ്ടീഷൻസിൽ അവർ എക്സിസ്റ്റ് ചെയ്യും. സോ വാട്ടർ ഇൻ മെനി ഫോംസ്. വാട്ടർ ലെവൽ, വാട്ടർ സൈക്കിൾ. വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ എന്ത് ചെയ്യുന്നു, വാപ്പറേഷൻ നടക്കുന്നു. വാപ്പറേഷൻ നടന്നിട്ട് ഇറ്റ്സ് ഗോസ് അപ്പ് അല്ലേ, വാട്ടർ വേപ്പറായിട്ട് പോയിട്ട് മുകളിൽ പോയി ക്ലൗഡ്സ് ഫോം ചെയ്യും. പിന്നെ അത് കണ്ടൻസ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേഷൻ പോലെ റെയിൻ പോലെ താഴേക്ക് വരില്ലേ, ആ കൺസെപ്റ്റ് വാട്ടർ സൈക്കിൾ. ദെൻ വാട്ടർ പൊല്യൂഷൻസ് എന്തുകൊണ്ടൊക്കെ ഉണ്ടാകുന്നത്, ആൻഡ് വാട്ടർ കൺസർവേഷൻസ് മെത്തേഡ്സ്. ദിസ് മച്ച് ടോപ്പിക് യു ഹാവ് ടു കവേർഡ് ഇൻ ദിസ് ചാപ്റ്റർ, വാട്ടർ ഇൻ ഡെയിലി ലൈഫ്. Next chapter is solid, liquids and gaseous. Solid, liquids and gaseous. What are the topics we have to cover there? States of matter and its properties. These are the state of matter, isn't it? We have to cover their properties. What are the properties? Change of state. Change of state means evaporation, condensation. That is conversion of solid states into liquids or liquids into gaseous. That is interchanging of the state that we have to study here. Evaporation, condensation, melting, freezing. Then in the case of gases it is expansion, contraction. Then there is a concept called sublimation, solidifications. All these topics should be covered in this stage of states. Okay, that is comes under solid, liquids and gaseous, chapter 2. Then chapter 3, materials and solutions. Materials and solutions. എന്താ ഇവിടെ പഠിക്കേണ്ടത്, സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് മേഡ് അപ്പ് ഓഫ് 2 കമ്പോണൻസ് അല്ലേ. സോൾവെൻ്റ് ഉണ്ട്, സൊല്യൂട്ട് ഉണ്ട്. പിന്നെ എന്ത് പഠിക്കണം, soluble and insoluble substance. Soluble substance and insoluble substance are there. Then method of separation is very important. Question asked from there, method of separation. How we can separate these solutions. Evaporation, filtration, sedimentation, decantations. All these are the examples of this method of separation. Okay, so the third chapter, materials and solution, covers solute and solvent. Solutum solventum categorize ചെയ്തതിൻ്റെ പഠിക്കണം കേട്ടോ. Then soluble substance and insoluble substance. Then method of separation. Next, fourth chapter, natural resources.
What do you mean by this natural resources? നേച്ചറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിസോഴ്സസ് അല്ലേ? അതായത് ഇപ്പം എന്തൊക്കെ വരും അതിനകത്ത്? നമ്മുടെ എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. സൺ, വിൻഡ്, വാട്ടർ, ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ. ഇതൊക്കെ എന്താണ്? നാച്ചുറൽ റിസോഴ്സസാണ്. ഓക്കെ, ഈ നാച്ചുറൽ റിസോഴ്സസ് ദർ ഈസ് റിന്യൂവബിളും ഉണ്ട്, നോൺ റിന്യൂവബിളും ഉണ്ട്. അപ്പോൾ അതവരെ സെപ്പറേറ്റ് ആക്കി പഠിച്ചോളണം. റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ദെൻ യൂസസ് ഓഫ് നാച്ചുറൽ, എന്തൊക്കെയാണ് അവരുടെ യൂസസ് ഓഫ് ദീസ് നാച്ചുറൽ റിസോഴ്സസ്? നാച്ചുറൽ റിസോഴ്സിൻ്റെ യൂസസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ ആണെങ്കിൽ പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്, ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും അല്ലേ? വാട്ട് അബൌട്ട് ദി അതർ വൺ? സൺ, വിൻഡ് ആൻഡ് വാട്ടർ. അവരുടെ യൂസസ് ഒക്കെ എന്താ? ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. സൺ, സോളാർ എനർജി അല്ലേ? ഇറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വൺ, സോളാർ എനർജി. ആൻഡ് വിൻഡും നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. വിൻഡ് മിൽസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ലൈക്ക് ദാറ്റ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഇസ് കൺസേർവിങ് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് എങ്ങനെയൊക്കെ കൺസേർവ് ചെയ്യാം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നെക്സ്റ്റ് ജനറേഷൻസിൽ നമുക്ക് എങ്ങനെ അവരെ സേവ് ചെയ്യാം, ലൈക്ക് ദാറ്റ്. ഓൾ ദീസ് കംസ് അണ്ടർ ദ ചാപ്റ്റർ ഫോർ നാച്ചുറൽ റിസോഴ്സസ്. ഇന്നൊരു ചാപ്റ്റർ 5 ഉണ്ട്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ദാറ്റ് വി ഓൾറെഡി കവേർഡ്. അത് നമ്മൾ ഇവിടെ കവേർഡ് ചെയ്തു കേട്ടോ. നോക്ക്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഭാഗത്ത് കവർ ചെയ്തില്ലേ, സോളിഡ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസിൽ. ആ ഭാഗവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് എന്ന് ഒന്നുകൂടെ നോക്കിയേ മക്കളെ. വാട്ടർ ഇൻ അവർ ഡെയിലി ലൈഫ്, സോളിഡ്, ലിക്വിഡ്സ് ആൻഡ് ഗേഷ്യസ്, മെറ്റീരിയൽസ് ആൻഡ് സൊല്യൂഷൻസ്, നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ചേഞ്ചിങ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഇത് മൊത്തം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഒരു നല്ല മാർക്ക് ഉറപ്പായിരിക്കും. ഓക്കെ, now we move on to the sample questions. Okay, sample questions like പോയാലോ. Look at the first question. The conversion of solid into liquid is called. സോളിഡിനെ ലിക്വിഡ് ആവുന്ന ആ കൺവേർഷനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹീറ്റിംഗ്, മെൽറ്റിംഗ്, ഇവാപ്രേഷൻ, സബ്ലിമേഷൻ. ഏതായിരിക്കും ആൻസർ? ഇറ്റ് ഈസ് ലിക്വിഡ്. സോളിഡിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? ലിക്വിഡ്സ് ആക്കി മാറ്റുന്നു. ഇറ്റ്സ് കോൾഡ് ആസ് മെൽറ്റിംഗ്. ഓക്കെ, മെൽറ്റിംഗ് എന്നാ പറയുന്നത് കേട്ടോ അതിനെ. ഓപ്ഷൻ സി, ഇറ്റ് ഈസ് മെൽറ്റിംഗ്. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 2. Water has the ability to dissolve many substances, hence water is called the dash. Water has the ability to dissolve many substances, hence water is called the dash. Universal solvent, universal solute, universal salt and universal liquid. എന്തായിരിക്കും? നമ്മളിത് പറഞ്ഞതാ അല്ലേ? It's called as option A, universal solvent. This is the one. Option A, universal solvent. And a hard question നോക്കാട്ടോ. One of the hard question. Read the given statements and select the option that correctly identifies them as true, T, and false, F ones. അതായത് ഈ ഓപ്ഷൻസ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വൺ ഓഫ് ദി ട്രെൻഡ് ആണ് കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചിട്ട് ഇതിനകത്ത് ട്രൂ ഏതാണ് ഫാൾസ് ഏതാണെന്ന് സെലക്ട് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ട്രൂ ഏതാണെന്ന് സെലക്ട് ചെയ്യണം, ഫാൾസ് ഏതാണെന്നും സെലക്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ, ദ വാട്ടർ ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഗേഷ്യസ് സ്റ്റേറ്റ് കോൾഡ് വാട്ടർ വേപ്പർ. വാട്ടർ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു ഗേഷ്യസ് സ്റ്റേറ്റ് കോൾഡ് വാട്ടർ വേപ്പർ. ദാറ്റ് വാസ് കറക്റ്റ്, isn't it? Look at the second one. Conversion of solid into liquid state is called melting. സോളിഡിനെ ലിക്വിഡ് ആക്കുന്ന ആ സ്റ്റേറ്റിന് നമ്മൾ പറയുന്ന പേരാണ് മെൽറ്റിംഗ്. That was also correct. Third one, conversion of liquid into solid state is called condensations. ലിക്വിഡിനെ സോളിഡ് സ്റ്റേറ്റ് ആക്കി മാറ്റുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് കണ്ടൻസേഷൻ. Is that right? Conversion of liquid into solid എന്ന് പറഞ്ഞാൽ കണ്ടൻസേഷൻ ആണോ? It's called as freezing. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് freezing എന്ന് പറയും അല്ലേ? freezing. So third one incorrect ആണ്. Fourth one, conversion of water vapor into liquid state is called freezing. വാട്ടർ വേപ്പറിനെ ലിക്വിഡ് സ്റ്റേറ്റ് ആക്കി മാറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീസിംഗ്. ശരിയാണോ? ഇറ്റ്സ് കോൾഡ് ആസ് വാട്ട്? വാട്ടർ വേപ്പറിനെ ലിക്വിഡ് സ്റ്റേറ്റ് ആക്കി മാറ്റുന്നത് എന്താ? ഇറ്റ്സ് കോൾഡ് ആസ് കണ്ടൻസേഷൻ. സോ 1ഉം 2ഉം കറക്റ്റ് ആണ്, 3ഉം 4ഉം ഫോൾസ് ആണല്ലേ? ഫോൾസാ, തെറ്റാ. സോ ഏതായിരിക്കും ഓപ്ഷൻ? ടി, ട്രൂ ഫോൾസ്, ട്രൂ ഫോൾസ് അതല്ല. ഫോൾസ് ഫാൾസ്, ട്രൂ ട്രൂ അതല്ല. സി, ട്രൂ 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 അതല്ല. ഓപ്ഷൻ ഡി വാസ് ദി കറക്റ്റ് ആൻസർ. ട്രൂ ട്രൂ ഫാൾസ് ഫാൾസ്. കാരണം 3ഉം 4ഉം ഫാൾസാ. ഓക്കെ ആണല്ലോ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് BSOയിൽ വരാൻ പോണത്.
അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? മിസ് ഇപ്പോൾ പറഞ്ഞ സിലബസ് അനുസരിച്ച് നന്നായിട്ട് പഠിക്കണം. യു ഹാവ് ടു get 100 out of 100 in the chemistry. Okay? Okay, all the best and thank you.